السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على أشرف المخلوقين وآل كل والصحابة أجمعين أما بعد. മഹത്തായ CM ചാരിറ്റി സെല്ലിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകരെ, അള്ളാഹു സുബ്ഹാനഹു വ തആല നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. രണ്ട് ലോകത്തും വലിയ പ്രതിഫലം കിട്ടുന്ന മഹത്തായ സേവനങ്ങളായി അള്ളാഹു നിങ്ങളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് തങ്ങളുടെ മഹാനുഭാവൻ്റെ പാവന സ്മരണയിൽ CM ചാരിറ്റി സെല്ല് അൽഹംദുലില്ലാ അതിൻ്റെ പ്രവർത്തനം എനിക്ക് വർണ്ണിച്ചു തീർക്കാൻ സാധ്യമല്ല. അത്രത്തോളം പ്രൗഢഗംഭീരമാണ് അതിൻ്റെ പ്രവർത്തനമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രവർത്തകർക്കും വണ്ണമായ പ്രതിഫലം രണ്ട് ലോകത്തും അള്ളാഹു നൽകട്ടെ. ഇതിനെ നയിക്കുന്ന പ്രിയപ്പെട്ട പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിൻ്റെ ഏറ്റവും സുന്ദരമായ പ്രഥമ ദിനത്തിലാണ് നമ്മളെല്ലാവരും. 2 മാസക്കാലമായി നമ്മൾ പ്രാർത്ഥനയോടെ കാത്തിരുന്നു. അല്ലാഹുമ്മ ബാരിക് ലനാ ഫി റജബിൻ വ ശഅബാൻ. അല്ലാഹുവേ, റജബിലും നിന്റെ മാസമായ റജബിലും തിരുനബിയുടെ മാസമായ ശഅബാനിലും ഞങ്ങൾക്ക് നീ ബറക്കത്ത് ചെയ്ത് പുണ്യ റമളാനിൻ്റെ ആ പരിശുദ്ധമായ ദിനരാത്രങ്ങളെ ഞങ്ങൾക്ക് നീ എത്തിച്ചു തരണേ തമ്പുരാനെ. വിശ്വാസി ലോകം 2 മാസത്തോളം പ്രാർത്ഥനയോടെ കണ്ണീരോടെ കാത്തിരുന്നതിൻ്റെ പരിണിത ഫലമായി അൽഹംദുലില്ലാ പരിശുദ്ധമായ റമളാനിൻ്റെ അതിൻ്റെ പ്രഥമ ദിനത്തിൽ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കുവാനും ഇപ്പോൾ ഏകദേശം നോമ്പ് മുറിക്കാനുള്ള നോമ്പ് തുറക്കുള്ള സമയവുമായിരിക്കുകയാണ്. അള്ളാഹു നമ്മളിൽ നിന്ന് ഇതെല്ലാം സ്വീകരിക്കുമാറാകട്ടെ, കബൂലാക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ ഈ റമളാൻ നമ്മൾക്ക് ഒരിക്കൽ കൂടി കിട്ടിയ ഒരു ചാൻസാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട വിശ്വാസികളോട് എനിക്ക് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്, കിട്ടിയ അവസരം മുതലാക്കുക എന്നതാണ്, അത് ശരിക്കും ഉപയോഗപ്പെടുത്തുക എന്നതാണ് ബുദ്ധിമാന്മാരുടെ ലക്ഷണമെന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് എൻ്റെ ആയുസ്സിൽ അള്ളാഹു എനിക്ക് ഒരിക്കൽ കൂടി റമളാൻ തന്നിരിക്കുകയാണ്. ഇനി ഇങ്ങനെ ഒരു റമളാനിൻ്റെ ഈ സുന്ദരമായ ദിനരാത്രം അടുത്ത വർഷം എനിക്ക് കിട്ടുമോ എന്ന് ഒരു ഗ്യാരണ്ടിയും എനിക്കില്ല. അതുകൊണ്ട് കിട്ടിയത് ശരിക്കും ഉപയോഗപ്പെടുത്തണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധ റമളാനിൻ്റെ ദിനരാത്രങ്ങൾ ഖുർആൻ ഓതൽ കൊണ്ട്, ദിക്റ് കൊണ്ട്, സ്വലാത്ത് കൊണ്ട്, തസ്ബീഹ് കൊണ്ട്, കാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് അൽഹംദുലില്ലാ നിങ്ങൾ അത് വളരെയധികം സന്തോഷകരമാക്കണമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം പരിശുദ്ധ റമളാനിൻ്റെ ഏറ്റവും സ്പെഷ്യലാണ് മഹത്തായ തറാവീഹ് നിസ്കാരം. വലിയ പ്രതിഫലമുള്ള നിസ്കാരം, റമളാനിൻ്റെ മാത്രം പ്രത്യേകതയായി തറാവീഹ് നിസ്കാരം നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇഖ്ലാസോടുകൂടെ നിർവഹിക്കാനും എൻ്റെ പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കണമെന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. കാരുണ്യത്തിൻ്റെ 10 ദിവസത്തിലാണ് നമ്മളൊക്കെ. അള്ളാഹു അവൻ്റെ അടിമകൾക്ക് വല്ലാതെ കരുണ ചെയ്യുന്ന ആ സുലഭ നിമിഷങ്ങളാണ്, സുന്ദരമായ ദിനരാത്രങ്ങളാണ് പരിശുദ്ധ റമളാനിൻ്റെ ആദ്യത്തെ 10 ദിവസം. അതുകൊണ്ട് ഇത് ശരിക്കും ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ ഇനി കടന്നു വരുന്ന 2-10 സുന്ദരമായ ദിനങ്ങൾക്ക് നമുക്ക് അതിലൂടെ വലിയ പ്രതീക്ഷകൾ നേടിയെടുക്കുക, വലിയ സന്തോഷങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുന്നു. അള്ളാഹു നമ്മളെ 2 ലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രത്യേകിച്ച് ഈ ചാരിറ്റി സെല്ല് മഹത്തായ CM ചാരിറ്റി സെല്ലിന് വേണ്ടി ഓടി നടക്കുന്ന ഇതിൻ്റെ പ്രിയപ്പെട്ട പ്രവർത്തകർ, അൽഹംദുലില്ലാ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ പല രീതിയിലും എനിക്ക് കണ്ട് അത് കാണാൻ സാധിച്ചിട്ടുണ്ട്, ആസ്വദിക്കാൻ സാധിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ പ്രത്യേകിച്ച് എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് അസീസ് മഹ്ലരി, ഞങ്ങളുടെ MRCയുടെ കരുത്തനായ നേതാവാണ്. അദ്ദേഹവും ഈ CM ചാരിറ്റി സെല്ലിൻ്റെ പ്രിയപ്പെട്ട കാര്യദർശിയാണ്. അള്ളാഹു എല്ലാവർക്കും എല്ലാ ഖൈറിൻ്റെ വാതായനങ്ങളും തുറന്നു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അർഹമുർ റഹീമായ റബ്ബേ, ഈ മഹത്തായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ആ മഹാനുഭാവൻ്റെ പാവന സ്മരണയിൽ നടത്തപ്പെടുന്ന ഈ ചാരിറ്റി അൽഹംദുലില്ലാ അള്ളാഹുവെ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂലാക്കണേ അല്ലാ. ഇതിനു വേണ്ടി തരുന്ന ഓരോ പൈസയ്ക്കും വലിയ പ്രതിഫലം 2 ലോകത്തും നീ നൽകണേ തമ്പുരാനെ. അള്ളാഹുവേ, ഇതിനു വേണ്ടി ഓടി നടക്കുന്ന പ്രിയപ്പെട്ട പ്രവർത്തകരെ നീ കൈവിടല്ല തമ്പുരാനെ, നീ അവരെ ചേർത്തു പിടിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഈ പരിശുദ്ധമായ റമളാനിനെ
നിന്റെ കോടതിയിൽ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന റമളാനായി ഞങ്ങളിൽ നിന്നും നീ സ്വീകരിക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ഇത് ഞങ്ങളുടെ അവസാനത്തെ റമളാനാക്കല്ലേ അള്ളാഹ്. ഇനിയും ജീവിതത്തിൽ ധാരാളം റമളാനിനെ സന്തോഷത്തോടെ, ആരോഗ്യത്തോടെ, ആഫിയത്തോടെ, അള്ളാഹുവേ ഇഖ്ലാസോടുകൂടി സ്വാഗതം ചെയ്യാൻ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീക്ക് നൽകണേ അള്ളാഹ്. മുസ്ലിം സമുദായം നേരിടുന്ന ഈ പ്രതിസന്ധികളിൽ നിന്ന് അള്ളാഹുവേ ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളെയൊക്കെ ഒരുപോലെ കാണുന്ന, ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളെയും ഒരുപോലെ കാണുന്ന, വിവേചനമില്ലാത്ത ഒരു ഭരണാധിപനെ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. ഞങ്ങളുടെ ദുആഇനെ സ്വീകരിക്കണേ അല്ലാഹ്. സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിത ശ്രേഷ്ഠന്മാർക്ക് ആഫിയത്തും ദീർഘായുസ്സും നീ നൽകണേ തമ്പുരാനെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.